എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ആ പുതുവർഷ ഫലത്തിൽ കുംഭൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 6-ലും, ശനി 2-ലും, കേതു 7-ലും, രാഹു ജന്മത്തിലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ഗ്രഹസ്ഥിതി പൊതുവെ അത്ര അനുകൂലമല്ലാത്ത ഒരു വർഷഫലമാണ് വരുന്നത്. എങ്കിലും 2-ലെ ശനി, അതായത് 7 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് ഈ ജൂലൈ മുതൽ ഡിസംബർ പാതി കഴിയുന്നതുവരെ ശനിക്കൊരു വക്രഗതി സംഭവിച്ചിരിക്കുന്നത് ശനിദോഷത്തിൽ നിന്ന് ഏറെക്കുറെ അത്രയും കാലം മുക്തി നേടുന്നതിന് സഹായകമായി ഭവിക്കുന്നതാണ്. എങ്കിലും വളരെയധികം കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. കാര്യതടസ്സങ്ങൾ, മനപ്രയാസങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യത ഉണ്ട്. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യേണ്ടത്. കൂടുതൽ തുക മുടക്കി ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കുന്നതിനൊക്കെ അത്ര അനുകൂലമല്ലാത്ത സമയമാണെന്നറിയുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ കരുതലോടെ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഓരോ രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലൊക്കെ വിജയം കൈവരിക്കാനും കഴിയുന്ന സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ജന്മജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്കിപ്പോൾ ജാതകവശാൽ നടക്കുന്ന ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്നതിനും സഹായകമായി വർദ്ധിക്കുന്നതായിരിക്കും. കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.